കുംഭമേളയിലെ ആൾക്കൂട്ടത്തിനിടയിൽ മാലകൾ വിറ്റു നടന്ന ഒരു പെൺകുട്ടി. നിഷ്കളങ്കമായ ആ മുഖം സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. മൊണാലിസ ബോസ്ലെ എന്ന ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ മാസം നടന്നപ്പോൾ എല്ലാവരും ആശംസകൾ നേർന്നു. എന്നാൽ ആ മനോഹരമായ പ്രണയകഥയ്ക്ക് പിന്നിൽ ഇത്ര വലിയൊരു ചതിയും നിയമക്കുരുക്കും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും കരുതിയില്ല. വിവാഹശേഷം മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും സന്തോഷത്തിലായിരുന്നു. പക്ഷേ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണം കഥയാകെ മാറ്റിമറച്ചു. എല്ലാവരും കരുതിയത് മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞു എന്നാണ്. എന്നാൽ മധ്യപ്രദേശിലെ മഹേശ്വർ ആശുപത്രിയിലെ രേഖകൾ പുറത്തു വന്നപ്പോൾ സത്യം തെളിഞ്ഞു. അവളുടെ ജനനം 2009 ഡിസംബറിലാണ്. അതായത് വിവാഹ സമയത്ത് അവൾക്ക് പ്രായം വെറും 16 വയസ്സ്. ഇവിടെയാണ് കഥയിലെ വില്ലൻ വരുന്നത്. വിവാഹ രജിസ്ട്രേഷനായി ഇവർ ഹാജരാക്കിയത് 2008 ജനിച്ചു എന്ന് കാണിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. കേരളത്തിലെ പൂവാറിൽ വെച്ചായിരുന്നു ഈ രജിസ്ട്രേഷൻ നടന്നത്. ഈ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ അധികൃതർ അത് റദ്ദാക്കി. സ്വന്തം മകൾ മൈനറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മൊണാലിസയുടെ അമ്മ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനും രേഖകൾ ചമച്ചതിനും ഫർമാൻ ഖാനെതിരെ ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് ഇന്റർനെറ്റ് സെൻസേഷനായ ആ പെൺകുട്ടി ഇപ്പോൾ വലിയൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ നടുവിലാണ്. വൈറലാകുന്നതിനേക്കാൾ വലിയ വേഗതയിൽ ആ ജീവിതം ഇപ്പോൾ കോടതിയിലും കേസിലേക്കും നീങ്ങുന്നു. നിയമത്തിന് മുന്നിൽ ഈ പ്രണയകഥയ്ക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോളോ ചെയ്യാൻ